കേരളത്തിലെ ആരോഗ്യ മേഖല വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ രൂക്ഷമായ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിയമസഭയിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയധികം അന്വേഷണങ്ങൾക്ക് ഉത്തരവിട്ട മറ്റൊരു ആരോഗ്യമന്ത്രി ഉണ്ടായിട്ടില്ലെന്നാണ് അദ്ദേഹം പരിഹസിച്ചത്. ഓരോ വീഴ്ചയുണ്ടാകുമ്പോഴും അന്വേഷണത്തിന് ഉത്തരവിടുക എന്നതല്ലാതെ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ആർക്കും അറിവില്ല. സതീശൻ ഉന്നയിച്ച പ്രധാന ആരോപണങ്ങൾ ഇവയൊക്കെയാണ്. അതിലൊന്നാമതായി അന്വേഷണ റിപ്പോർട്ടുകൾ എവിടെ എന്നതാണ്. മിക്കവാറും എല്ലാ സംഭവങ്ങളിലും അന്വേഷണത്തിന് മന്ത്രി ഉത്തരവിടുന്നുണ്ട്. ഈ റിപ്പോർട്ടുകളെല്ലാം കൂടി ക്രോഡീകരിച്ചാൽ വലിയൊരു വാല്യൂം തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം പരിഹസിച്ചു. എന്നാൽ അന്വേഷണത്തിന് ശേഷം എന്ത് നടപടി സ്വീകരിച്ചു എന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല. അടുത്തത് മനസാക്ഷിയില്ലാത്ത നടപടിയെക്കുറിച്ചാണ് പറയുന്നത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന്റെ കൈ ശസ്ത്രക്രിയയിലെ പിഴവ് മൂലം നഷ്ടപ്പെട്ട സംഭവത്തെക്കുറിച്ച് അദ്ദേഹം വൈകാരികമായി സംസാരിച്ചു. ഒരു കുഞ്ഞിന്റെ കൈ പോയിട്ട് പോലും മന്ത്രിക്ക് ഒരു സങ്കടവുമില്ല എന്നും അത്രമേൽ മനസാക്ഷിയില്ലാത്ത രീതിയിലാണ് സർക്കാർ പെരുമാറുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ആ കുട്ടിക്ക് ആവശ്യമായ സഹായം നൽകിയത് താനാണെന്നും അദ്ദേഹം സഭയിൽ ഓർമ്മിപ്പിച്ചു. അതുപോലെ ആശുപത്രികൾ തകർച്ചയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. CAG റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ വലിയ തകർച്ചയിലാണെന്ന് അടിവരയിട്ട് പറയുന്നുണ്ട് സതീശൻ. ജനങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയാത്ത വിധം ആരോഗ്യമേഖല തകർന്നു വീഴുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ കഴിവുകേടുകൾ മറയ്ക്കാൻ അന്വേഷണങ്ങൾ ഒരു മറയാക്കി മാറ്റരുതെന്ന് അദ്ദേഹം താക്കീത് നൽകി. ഓരോ വീഴ്ചയുണ്ടാകുമ്പോഴും അന്വേഷിക്കും എന്ന് പറയുന്നതല്ലാതെ ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ സർക്കാരിന് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി തന്നെ എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും ആരോഗ്യമന്ത്രി ഇത്രമാത്രം അന്വേഷണത്തിന് ഉത്തരവിട്ട, ഈ കുറവുകളും പിഴവുകളെയും കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ട മറ്റൊരു ആരോഗ്യമന്ത്രിയും കേരളത്തിൽ ഉണ്ടാവില്ല. അവര് അന്വേഷണത്തിന് റിപ്പോർട്ടിട്ടതും അതിന്റെ അന്വേഷണ റിപ്പോർട്ടുകൾ തിരിച്ചു കിട്ടിയതുമായി എല്ലാം കൂടി ഒന്ന് ബൈൻഡ് ചെയ്ത് കമ്പൈൽ ചെയ്ത് വെച്ചാൽ വോളിയംസ് ഉണ്ടാവും, സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അത്രമാത്രം സംഭവങ്ങളാണ്. എപ്പോഴും അന്വേഷണത്തിന് ഉത്തരവിടുക, അന്വേഷണ റിപ്പോർട്ട് കിട്ടുക, അന്വേഷണ റിപ്പോർട്ട് കുറെ നാൾ കഴിയുമ്പോൾ എന്ത് സംഭവിച്ചു എന്ന് അറിയാതിരിക്കുക.